വകുപ്പുകളിൽ തർക്കം തുടരുന്നു. ആരോഗ്യത്തിനൊപ്പം കായികവും മുരളീധരന് നൽകാൻ സാധ്യത. വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. കെ.എസ്.സി പക്ഷമായ അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം ദേവസ്വം വകുപ്പ് നൽകുന്നതിൽ ചർച്ച. ദേവസ്വം വകുപ്പിന് പകരം കെ. മുരളീധരന് ആരോഗ്യത്തിനൊപ്പം സ്പോർട്സ് കൂടി നൽകുന്നതിൽ ചർച്ച തുടരുന്നു. ചില വകുപ്പുകളിൽ മാറ്റം മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിലും തർക്കം തുടരുകയാണ്. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനമായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി UDF നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ് നിലവിൽ വരുന്നത്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുക എന്നതാണ് ഈ വകുപ്പ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രായമായവർക്ക് മികച്ച ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കുക തുടങ്ങിയവയും വകുപ്പിന്റെ ചുമതലകളിൽ വരുന്നു. വയോജനങ്ങളുടെ സംരക്ഷണവും പുനരധിവാസവും വകുപ്പിൽ ഉൾപ്പെടുന്നു. CPMകാർ നന്നാകുന്ന ലക്ഷണമില്ലെന്ന് നിയുക്ത MLA G. സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ കഷായം കൊണ്ട് CPM നന്നാകണമെന്നില്ല. എങ്ങനെ നന്നാകണമെന്ന് പറയേണ്ട കാര്യം ഇനി തനിക്കില്ല. G. സുധാകരനെ 2 വർഷം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം പറഞ്ഞവരും സ്ഥാനമോഹികളുമാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. മോഷ്ടിക്കുന്നവരും വെള്ളമടിക്കുന്നവരും മാത്രം മതി പാർട്ടിക്കുള്ളിൽ. തനിക്ക് ചെയ്യാവുന്ന സേവനമൊക്കെ 61 വർഷം കൊണ്ട് ചെയ്തു, സുധാകരൻ പറഞ്ഞു. മലയാലപ്പുഴയിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരെ തെരുവുനായ ആക്രമിച്ചു. മലയാലപ്പുഴ താഴം പ്ലാവറ പടിഭാഗത്താണ് തെരുവുനായ ആളുകളെ കടിച്ചത്. നായ്ക്ക് പേവിഷബാധ സംശയിക്കുന്നുണ്ട്. ഒരു നായയെ നാട്ടുകാർ പൂതക്കുളം ഭാഗത്ത് വെച്ച് തല്ലിക്കൊന്നിരുന്നു. പരിശോധനാ ഫലം ലഭിച്ചാലേ പേവിഷബാധ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ നെടുമുടിയിൽ പമ്പയാറ്റിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി. നെടുമുടിയിൽ പമ്പയാറ്റിൽ ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അസ്ഥികൾ കണ്ടെത്തി. മനുഷ്യന്റെ തോന്നിക്കുന്ന അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന കുട്ടികളാണ് ബാഗ് കണ്ടത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതെന്നാണ് സംശയം. അസ്ഥികൾ മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും.